ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3 ഫേസ് സർക്യൂട്ടുകളെക്കുറിച്ചാണ്. ലക്ഷ്യം, ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ഒരു സ്റ്റാർ കണക്ഷനിൽ ഫേസ് ലൈൻ പാരാമീറ്ററുകൾ അളക്കുക. ഡെൽറ്റ കണക്ഷനിലെ ഫേസും ലൈൻ പാരാമീറ്ററുകളും അളക്കുക. ആദ്യം നമുക്ക് 3 ഫേസ് സർക്യൂട്ടുകളെക്കുറിച്ച് സംസാരിക്കാം. സിംഗിൾ ഫേസ് സിസ്റ്റങ്ങളെക്കാൾ 3 ഫേസ് സിസ്റ്റങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങളുണ്ട്. വൈദ്യുതി ഉൽപ്പാദനം, പ്രസരണം, വിതരണം എന്നിവ 3 ഫേസ് സംവിധാനത്തിലാണ് നടക്കുന്നത്. മിക്ക വ്യവസായങ്ങളും 3 ഫേസ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഒരു സിംഗിൾ ഫേസ് സിസ്റ്റത്തിന് 2 കണ്ടക്ടറുകൾ ആവശ്യമാണ്. കൂടാതെ ഒരു ന്യൂട്രൽ, അതുപോലെ 3 ഫേസ് സിസ്റ്റത്തിന് 6 കണ്ടക്ടറുകൾ ഉണ്ടായിരിക്കണം. എന്നാൽ നമ്മൾ സ്റ്റാർ അല്ലെങ്കിൽ ഡെൽറ്റ കണക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ 3-4 വയറുകൾ മതിയാകും. 2 വ്യത്യസ്ത കണക്ഷനുകളാണ് സ്റ്റാറും ഡെൽറ്റകളും. ഒരു 3 ഫേസ് സർക്യൂട്ടുകളിലെ 2 തരം കണക്ഷനുകളാണ് സ്റ്റാർ, ഡെൽറ്റ കണക്ഷനുകൾ. ഒരു സ്റ്റാർ കണക്ഷൻ ഒരു 3 വയർ അല്ലെങ്കിൽ 4 വയർ സിസ്റ്റമാകാം. ഡെൽറ്റ കണക്ഷൻ ഒരു 3 വയർ സിസ്റ്റമാണ്. സ്റ്റാർ അല്ലെങ്കിൽ വൈ കണക്ഷൻ. സ്റ്റാർ കണക്ഷനിൽ 3 ഫേസുകളുടെ സമാനമായ അറ്റങ്ങൾ ഒരുമിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ പൊതു പോയിന്റ് ന്യൂട്രൽ അല്ലെങ്കിൽ സ്റ്റാർ പോയിന്റ് എന്നറിയപ്പെടുന്നു. ഈ സംവിധാനത്തെ 3 ഫേസ് 4 വയർ സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഡെൽറ്റ അല്ലെങ്കിൽ മെഷ് കണക്ഷൻ. ഡെൽറ്റ കണക്ഷനിൽ 3 വെൻഡിങ്ങുകളുടെ വ്യത്യസ്ത അറ്റങ്ങൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുകയും ജംഗ്ഷൻ പോയിന്റുകളിൽ നിന്ന് 3 ലൈനുകൾ എടുക്കുകയും ചെയ്യുന്നു. ഡെൽറ്റ കണക്ഷനിൽ ന്യൂട്രൽ പോയിന്റ് നിലവിലില്ല. അതിനാൽ 3 ഘട്ടം 3 വയർ സംവിധാനം മാത്രമേ രൂപീകരിക്കാൻ കഴിയൂ. നമുക്ക് ഘട്ടമൂല്യങ്ങളും ലൈൻ മൂല്യങ്ങളും ചർച്ച ചെയ്യാം. ഫേസ് വോൾട്ടേജും ഫേസ് കറണ്ടും എന്താണ്? ഘട്ടം വോൾട്ടേജുകളും വൈദ്യുതധാരകളും യഥാക്രമം VPH, IPH എന്നിവയാൽ സൂചിപ്പിക്കുന്നു. യഥാക്രമം VRN, VYN, VBN എന്നിവയാൽ സൂചിപ്പിക്കുന്ന R, ന്യൂട്രൽ, Y, ന്യൂട്രൽ, B, ന്യൂട്രൽ എന്നിവയ്ക്കിടയിൽ ഒരു ഘട്ടത്തിനും ന്യൂട്രലിനും ഇടയിൽ സംഭവിക്കുന്ന വോൾട്ടേജാണ് ഫേസ് വോൾട്ടേജ്. സാധാരണയായി ഫേസ് വോൾട്ടേജുകൾ ഏകദേശം 240 വോൾട്ട് ആയിരിക്കും. ഘട്ടം വോൾട്ടേജുകൾക്ക് കാരണമാക്കുന്ന വൈദ്യുതധാരകളെ ഘട്ടം വൈദ്യുതധാരകൾ എന്ന് വിളിക്കുന്നു. അവ IRN, IYN, IBN എന്നിവയാണ്. ലൈൻ വോൾട്ടേജും ലൈൻ കറണ്ടും എന്താണ്? ലൈൻ വോൾട്ടേജും ലൈൻ കറണ്ടും യഥാക്രമം VL, IL എന്നിവയാൽ സൂചിപ്പിക്കുന്നു. ഏതെങ്കിലും 2 ഘട്ടങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന വോൾട്ടേജാണ് ലൈൻ വോൾട്ടേജ്. R, Y എന്നിവയ്ക്കിടയിൽ ഉള്ളതുപോലെ Y and B, B, R എന്നിവയും അവയുടെ അനുബന്ധ ലൈൻ വോൾട്ടേജുകളും യഥാക്രമം VRY, V/V, VBR എന്നിവയാൽ സൂചിപ്പിക്കുന്നു. സാധാരണയായി ലൈൻ വോൾട്ടേജ് ഏകദേശം 440 വോൾട്ട് ആയിരിക്കും. ഘട്ടമൂല്യത്തേക്കാൾ 1.732 മടങ്ങ് കൂടുതൽ. കൂടാതെ ലൈൻ വോൾട്ടേജ് മൂലമുണ്ടാകുന്ന വൈദ്യുതധാരയെ ലൈൻ കറണ്ട് എന്ന് വിളിക്കുന്നു. ഇത് IRY, IYB, IBR എന്നിവയെ സൂചിപ്പിക്കുന്നു. സ്റ്റാർ കണക്ഷനിൽ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ഒന്നുതന്നെയാണ്. IL ഈസ് ഈക്വൽ ടു IPH. എന്നാൽ ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 1.732 അല്ലെങ്കിൽ √3 തവണ ഫേസ് വോൾട്ടേജ്. ഘട്ടം വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 1.732. ഡെൽറ്റയിൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഒന്നുതന്നെയാണ്. V ഈസ് ഈക്വൽ ടു VPH. ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു 1.732 അല്ലെങ്കിൽ √3 തവണ ഫേസ് കറണ്ട്. ഫേസ് കറണ്ട് ഈസ് ഈക്വൽ ടു ലൈൻ കറണ്ട് ഡിവൈഡഡ് ബൈ 1.732. പരിശോധിച്ചുറപ്പിച്ച സ്റ്റാർ കണക്ഷനുകൾക്കുള്ള ലൈൻ ഫേസ് മൂല്യങ്ങൾ തമ്മിലുള്ള ബന്ധം.
നമുക്കവ പ്രായോഗികമായി പരിശോധിക്കാം. സ്റ്റാർ കണക്ഷൻ. 100 വാട്ട് അല്ലെങ്കിൽ 200 വോൾട്ട് ലാമ്പുകൾ ലോഡായി ഉപയോഗിച്ച് ഒരു സ്റ്റാർ കണക്ഷൻ ഉണ്ടാക്കുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നതുപോലെ L1, L2, L3 എന്നിവ യഥാക്രമം R, Y, B ഘട്ടങ്ങളിൽ ബന്ധിപ്പിക്കട്ടെ. ലൈൻ കറണ്ട് അളക്കാൻ സീരീസിൽ 0 മുതൽ 1 ആംപ് വരെയുള്ള മൂവിംഗ് അയൺ അമ്മീറ്റർ R ഘട്ടത്തിലേക്ക് ബന്ധിപ്പിക്കുക. R ഘട്ടത്തിലും ന്യൂട്രലിനും ഇടയിലുള്ള ഫേസ് കറണ്ട് അളക്കാൻ L1 വിളക്ക് ഉപയോഗിച്ച് പരമ്പരയിലെ മറ്റൊരു അമ്മീറ്റർ ബന്ധിപ്പിക്കുക. ഘട്ടം വൈദ്യുതധാരകൾ അളക്കാൻ നിങ്ങൾക്ക് അമ്മീറ്റർ സീരീസ് L2 അല്ലെങ്കിൽ L3 എന്നിവയുമായി ബന്ധിപ്പിക്കാനും കഴിയും. ആറിനും ന്യൂട്രലിനും ഇടയിൽ 0 മുതൽ 300 വോൾട്ട് വരെയുള്ള ഒരു വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. ആറിനും ന്യൂട്രലിനും ഇടയിൽ 0 മുതൽ 300 വോൾട്ട് വരെയുള്ള ഒരു വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. അല്ലെങ്കിൽ Y, ന്യൂട്രൽ അല്ലെങ്കിൽ B, ന്യൂട്രൽ ഘട്ടം വോൾട്ടേജുകൾ അളക്കാൻ. R, Y ഘട്ടങ്ങൾക്കിടയിൽ 0 മുതൽ 600 വോൾട്ട് വരെയുള്ള ഒരു വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുക. അല്ലെങ്കിൽ Y, B ഘട്ടങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ B, Y ഘട്ടങ്ങൾക്കിടയിൽ ലൈൻ വോൾട്ടേജുകൾ അളക്കാൻ. 4 പോൾ MCB വഴി സർക്യൂട്ട് AC പവർ സപ്ലൈയിലേക്ക് ബന്ധിപ്പിക്കുക. സ്റ്റെപ്പ് 7. MCB ഓണാക്കുക. എല്ലാ വിളക്കുകളും തിളങ്ങുന്നുവെന്ന് ഉറപ്പാക്കുക. കൂടാതെ എല്ലാ മീറ്റർ റീഡിംഗുകളും രേഖപ്പെടുത്തുക. ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ഒന്നുതന്നെയാണെന്ന് ഉറപ്പാക്കുക. ലൈൻ വോൾട്ടേജ് ഫേസ് വോൾട്ടേജിന്റെ 1.732 മടങ്ങ് തുല്യമാണ്. സർക്യൂട്ട് ഓഫ് ചെയ്യുക. ലാമ്പ് ലോഡ് 200 വാട്ട് ഉപയോഗിച്ച് മാറ്റി മീറ്റർ റീഡിംഗുകൾ അളക്കുക. ഡെൽറ്റ കണക്ഷനിൽ ന്യൂട്രൽ ഇല്ലാത്തതിനാൽ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഒന്നുതന്നെയാണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു. ഒരു 3 പോൾ MCB വഴി 3 ഫേസ് പവർ സപ്ലൈയിലേക്ക് സർക്യൂട്ട് ബന്ധിപ്പിക്കുക. MCB ഓണാക്കുക. റീഡിംഗുകൾ ശ്രദ്ധിക്കുക. ലൈൻ കറണ്ട് ഫേസ് കറണ്ടിന്റെ 1.732 മടങ്ങാണെന്ന് ഉറപ്പാക്കുക. സർക്യൂട്ട് ഓഫ് ചെയ്ത് എല്ലാ ലോഡുകളും ഒരേ സർക്യൂട്ടിൽ 200 വാട്ട് അല്ലെങ്കിൽ 250 വോൾട്ട് ഉപയോഗിച്ച് മാറ്റി റീഡിംഗുകൾ അളക്കുക. ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾക്ക് സ്റ്റാർ ഡെൽറ്റ കണക്ഷനുകളിലെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ബന്ധം നിർണ്ണയിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് നന്ദി. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.